ഇന്ന് നമ്മൾ കൊച്ചി എയർപോർട്ടിനടുത്തൊരു ചായ സ്പോട്ടുണ്ട്. റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് നമുക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കണ്ടിട്ടൊരു കാലിച്ചായ അടിക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ബൈക്ക് ആണെങ്കിൽ വർക്ക്ഷോപ്പിലാണ് ഇരിക്കുന്നത്, അത് പോയി എടുക്കുക. അവിടെ നേരെ ആലുവയിൽ പോകണം. ഞാൻ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് വരുന്ന വഴി കേട്ടോ. ചേരാനല്ലൂർ ഭാഗമാണ് വരുന്നത്. ഫുള്ളിങ്ങനെ വെള്ളമൊക്കെ കെട്ടി ചതുപ്പ് നിലം, അടിപൊളി സീനിക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ. ഇതെല്ലാം കടമക്കുടീൻ്റെ ഭാഗമാണ് ശരിക്കും. തുരുത്തുകളൊക്കെ പോലുള്ള സ്ഥലങ്ങൾ ഇവിടെ മൊത്തം വരുന്നത്. പാലം കണ്ടു, അത് കണ്ടെയ്നർ റോഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ റോഡിൻ്റെ സൈഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഒരു വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തൂടെ റോഡുണ്ട്, ആ ഭാഗത്തായിട്ട് റോഡ് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ നടക്കാൻ കുറച്ച് ദൂരം എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഷോർട്ട് കട്ട് അടിച്ച് വന്നതാണ്. കണ്ടലാണ്, കണ്ടൽക്കാടുകൾ ആ സൈഡിൽ കൂടെ നിൽക്കുന്ന മൊത്തം. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത ലൊക്കേഷനിലെത്തി. ഗൂഗിൾ മാപ്പിൽ ടേക്ക് ഓഫ് കഫേ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടും. ഇത് ശരിക്കും ഒരു വീടായിരുന്നു, അവർ കഫേ പോലെ ആക്കിയെടുത്താണ്. താഴത്തെ ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് മേലെ പോയിരുന്നു. മേലെ നിന്നാണ് എയർപോർട്ടിലേക്കുള്ള സൈറ്റ് കറക്റ്റ് കിട്ടുന്നത്. ഈവനിങ് ടൈം ഈ കാഴ്ചകൾ കാണാൻ അത്യാവശ്യം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അവിടെ ഇരുന്ന് ചായയും കുടിച്ചുകൊണ്ട് ഈ കാഴ്ച കാണാൻ അടിപൊളിയാണ്. എന്തായാലും ഇവരുടെ ബിസിനസ് ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഭാഗത്ത് ഇവർക്ക് കോമ്പറ്റീഷനായിട്ട് വേറെ കഫേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് ഇവിടെ. ഓരോ ടീമും ഏറ്റുപോകാൻ വേണ്ടി താഴെ ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും. നമ്മളെപ്പോലെ തന്നെ കാഴ്ചകൾ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഫുള്ളായിരിക്കുന്നു. ഇവിടെ കൂടുതലും കണ്ടത് ഇൻഡിഗോന്റെ ഫ്ലൈറ്റുകളാണ്. ഒരു ഏരിയ മൊത്തം ഇൻഡിഗോന്റെ ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടാൽ നമുക്കിതിൽ കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. കഫേന്റെ ഓപ്പോസിറ്റ് ഒരു മതിലുണ്ട്, അതിൽ കയറി നിന്നു. ഇവിടെ ഇരുന്നാലും റൺവേയിൽ ഒരു കാഴ്ച തന്നെ നമുക്ക് കിട്ടും. കൊച്ചി എയർപോർട്ടിന്റെ 4 ഭാഗത്തും ഇതുപോലെ കനാല് കുഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് റൺവേയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണെന്ന് തോന്നുന്നു വാട്ടർ ഡ്രെയിനേജിന് വേണ്ടി 4 ഭാഗത്തും ഇതുപോലെ കനാലുകൾ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും നോക്കി അവിടെ കുറേ നേരം ഞങ്ങൾ ഇരുന്നു. മെയിനായിട്ട് ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫ് കാണാൻ വേണ്ടി വേറൊരു സ്പോട്ടിലാണ് സാധാരണ ആൾക്കാർ പോകാറ്. ഈ ഒരു ഭാഗത്തേക്ക് അത് ആൾക്കാർ അറിയാത്ത സ്ഥലം കൂടിയാണ്. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ടേക്ക് ഓഫ് കഫേ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ പറ്റും. സാധാരണ കാഴ്ചകൾ കാണാൻ നിൽക്കുന്ന സ്പോട്ടിൽ നിന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അടുത്ത് നമുക്ക് ഫ്ലൈറ്റുകൾ കാണാൻ പറ്റും. ഇത് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ആണ്. ഇതിന്റെ ചിറയിൽ ഈ കളറ് പെയിന്റ് പോയതാണോ അതോ അവരുടെ തീമാണോ എന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യണേ. അങ്ങനെ കുറെ വമ്പ ഫ്ലൈറ്റുകളും ചെറിയ ഫ്ലൈറ്റുകളും പറക്കുന്നതും താഴുന്നതും കണ്ടു. ഫോണിൽ നമുക്ക് റഡാർ ആപ്പ് ഉപയോഗിച്ചിട്ട് ഫ്ലൈറ്റുകൾ വരുന്നത് നമുക്ക് ഇതിൽ ലൈവായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്കും ഈ ഒരു സ്പോട്ട് മൊത്തം ഫുള്ള് ആൾക്കാരായി. അങ്ങനെ ഇരുന്നപ്പോൾ എയർപോർട്ടിന്റെ മേലെ കൂടെ ഒരു ഹെലികോപ്റ്റർ വരുന്നു. കൊച്ചി എയർപോർട്ടിലേക്കാണ് ലക്ഷദ്വീപിൽ നിന്നൊക്കെ വരുന്ന ചെറിയ ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററിന്റെ ഒക്കെ മെയിൻ ലാൻഡിങ് ഏരിയ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇതിലേക്ക് കയറി ലക്ഷദ്വീപിൽ പോകണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അങ്ങനെ അവൻ പോകുന്നത് നോക്കിയിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞിട്ടില്ല. പതുക്കെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ആകാശത്തിന്റെ കളറ് മാറി ഓറഞ്ച് കളർ ആവാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇരുന്ന് തന്നെ സൺസെറ്റ് വ്യൂവും കണ്ട് രാത്രിയിലെ ഫ്ലൈറ്റ് പോകുന്ന കുറച്ച് കാഴ്ചകളും കണ്ടിട്ടാണ് ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചത്. ഏകദേശം 2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു. രാത്രിയിലും ഈ കഫേ വന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബായിരിക്കും. ഇനിയും വേറെ എന്തെങ്കിലും ഒരിക്കൽ കൂടെ വരാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. നിങ്ങൾ ഈ ഭാഗത്ത് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുതേ. കുറച്ചപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ തട്ടുകടകളൊക്കെ കാണാനുണ്ട്. ഇനിയൊരു ദിവസം വരുമ്പോൾ ഇവിടെ നിന്നും ട്രൈ അടിക്കാമെന്ന് വിചാരിക്കുന്നു.